ഹലോ നമസ്കാരം, ഞാൻ സജിന റജി. സജിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച കുറേ സാധനങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ട നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നടീൽ വസ്തുക്കൾ കുറേ ലഭിക്കുന്നതാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. പ്ലാവും തൈ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, ഡ്രാഗൺ ഫ്രൂട്ട്സ് ലഭിച്ചു. ഇത് ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയും. സപ്പോട്ടയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മാവന്തൈ ഉണ്ടായിരുന്നു. മാവന്തൈൻ്റെ ഷോർട്ടേജ് കൊണ്ട് നമുക്കത് കിട്ടിയില്ല. ബാക്കി ഇത്രയും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതാണ്. ഇത് നമുക്ക് വെറുതെ ലഭിച്ചതല്ല. കൃഷിഭവനിൽ നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ, ഫലവൃക്ഷ തൈകൾ നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ നിങ്ങളുടെ വീടുകളുടെ അടുത്തുള്ള എല്ലാ കൃഷിഭവനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ ഗ്രാമസഭ കൂടുമ്പോൾ ഒരു ഫോം കിട്ടും. ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫില്ല് ചെയ്ത് നമുക്ക് എന്തൊക്കെ വേണം, ഫലവൃക്ഷ തൈകൾ വേണോ, കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ വളങ്ങൾ എല്ലാം നമുക്ക് കിട്ടും. വളത്തിന് പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് പോകാൻ ആരുമില്ല എന്ന് കാരണം വളമൊന്നും നമുക്ക് ലഭിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയത് വിളകളാണ്. ഇത് കണ്ടോ, ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇഞ്ചിയാണ്. ഈ ഇഞ്ചിക്ക് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ഇത് നമുക്ക് ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ കൊടുക്കേണ്ട രേഖകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ കരമടിച്ച രസീതുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. നോക്കി, ഇതൊരു 5 കിലോയോളം മഞ്ഞളുണ്ട്. നോക്കിയേ, ഇത് കണ്ടോ, ഇതൊരു 5 കിലോയോളം ഇഞ്ചിയുണ്ട്. ഞാൻ കാണിക്കാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വിത്താണ് നമുക്ക് നടാൻ കിട്ടിയ ഇഞ്ചി വിത്താണിതെല്ലാം. നോക്കിയേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇഞ്ചികളാണിത്. നോക്കി, അതുപോലെ തന്നെ ഇതിന് നമ്മൾ രേഖകൾ മാത്രമേ കൊടുത്തുള്ളൂ. പൈസയൊന്നും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടും, വളങ്ങൾ കിട്ടും. അതൊരു കുറേ വളങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വിത്തുകൾ കിട്ടും, തൈകൾ കിട്ടും കൃഷിഭവനിൽ നിന്ന്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് ഇതൊക്കെ യഥാസമയം എപ്പോഴൊക്കെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് കിട്ടും. അപ്പം ഗ്രാമസഭയിൽ പോയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അപ്പോഴാണ് അവിടെ ഫോം കൊടുക്കുമ്പോൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുത്ത് ഇന്നതൊക്കെ വേണമെന്ന് പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ പോയി അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൃഷിഭവനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.